മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട്. ഹോട്ടൽ അസോസിയേഷനാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത്. A few moments later. ഈ കൗണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഇത്തരത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത്. എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം. അവർ ലഘുഭക്ഷണം ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതായത് 30-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ്, അതുപോലെ 2-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അതായത് ബ്രെഡ് കാണാം. ആ ബ്രെഡില് പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ്, അത് ലഘുഭക്ഷണമാണ്. പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല. നമസ്കാരം. വെറുതെയല്ല മുഹമ്മദ് റിയാസ് അവിടെ ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്ന, സൗജന്യമായി വിളമ്പി കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡ്സിനെ ഓട്ടിച്ചത്, അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളെയും സേവകരെയും ഓട്ടിച്ചത്. അവരെ 10,000-കണക്കിന് ആളുകൾക്ക് ദിവസേന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. വൈറ്റ് ഗാർഡ് ചെയ്ത സ്തുത്യർഹമായ പ്രവർത്തനം നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഒരു മഹാസേവനം തന്നെയായിരുന്നു. അവരോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല അവിടെ ഓടിയെത്തിയത്. ദുരന്തമുണ്ടായ ഉടനെ അവരെത്തുകയായിരുന്നു. അപ്പോൾ പോലീസും ഉണ്ടായിരുന്നില്ല, പട്ടാളവും ഉണ്ടായിരുന്നില്ല, ഗവൺമെൻറ്റും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വന്നത് മുതൽ ഗവൺമെൻറ് പറയുന്ന പോലീസ് ഉത്തരവ് വരെ ഭക്ഷണം ഉണ്ടാക്കി, അതും നല്ല ബിരിയാണിയും അതുപോലെയുള്ള എല്ലാ ഭക്ഷണവും രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും, രക്ഷാപ്രവർത്തകർക്കാകട്ടെ, ക്യാമ്പിലുള്ള ഏകദേശം 9,000-ഓളം പേർക്കാകട്ടെ, അതോടൊപ്പം പോലീസിനാകട്ടെ, പട്ടാളത്തിനാകട്ടെ, അങ്ങനെ തുടങ്ങിയ അവിടെ ജനങ്ങൾക്കെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഭക്ഷണം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡിനെ ഓട്ടിച്ചത് ആരാണ്? അത് വളരെ ക്ലിയറായി മനസ്സിലായിരിക്കുന്നു. അത് മുഹമ്മദ് റിയാസും പിണറായി വിജയനും തന്നെയാണ്. മുഹമ്മദ് റിയാസിൻ്റെ പത്രസമ്മേളനം വന്നിട്ടുണ്ട്. ഇവിടെ പണം പിരിവ് നടത്തുകയാണെന്നുള്ളത്, അതുപോലെ മോശമായ ഭക്ഷണം കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഭക്ഷണം ഇപ്പം ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ, ഗവൺമെൻറ് വഴി തുടങ്ങിയിരിക്കുന്ന ആളുകൾ കൊടുത്തിരിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാമോ? പഴകിയ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ്. അതായത് അത് കഴിച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് വയറിളക്കം മറ്റു അസുഖങ്ങളും വരും, അവരും കൂടെ ചത്ത് കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനും അതേപോലെ റിയാസും കൂടി പറഞ്ഞത്, ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ ക്വാളിറ്റി ഇല്ല, അവർ പണപ്പിരിവ് നടത്തുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. അവർ വന്നത് മുതൽ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് മുതൽ അവർ നടത്തിയിട്ടുള്ള തീവ്രമായ മനുഷ്യസ്നേഹത്തിൻ്റെ കൃത്യമായ തെളിവാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം വൈറ്റ് ഗാർഡ് ചെയ്തെന്താ റെസ്ക്യൂ പ്രവർത്തനവും നടത്തി. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ റിയാസ് പറഞ്ഞതൊന്ന് ആദ്യം കേൾക്കാം, എന്നിട്ട് മറുപടി പറയാം. മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ പ്രത്യേക ടീം അത് പരിശോധിക്കുന്നുണ്ട്. ഹോട്ടൽ അസോസിയേഷനാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് എന്ന് കണക്കാക്കി അതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് കൊടുക്കുന്നത്. കണ്ടല്ലോ റിയാസിന് മറുപടി. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുക, അതായത് പഴകിയ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് അവിടെ പിടിച്ചെടുക്കുന്ന ആളുകൾ ബഹളം കൂട്ടുന്ന രംഗമാണ് നമ്മൾ കാണേണ്ടത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. ഡേറ്റ് കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതായത് 30-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ്, അതുപോലെ 2-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അതായത് ബ്രെഡ് കാണാം. ആ ബ്രെഡിൽ പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ്, അത് ലഘുഭക്ഷണമാണ്. പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല. കണ്ടല്ലോ, അതായത് ഇവർ മാറ്റിയത് ഇതിനു വേണ്ടിയിട്ടാണ്. പഴയ സാധനങ്ങൾ എവിടെയും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ വേസ്റ്റായ സാധനങ്ങളൊക്കെ ഇവിടെ ജനങ്ങളെ കൊണ്ട് തീറ്റിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് വീണ്ടും കൊല്ലുക, അവർ സൂക്കടുകാരാക്കുക എന്നുള്ളതാണ് പിണറായി വിജയനും മരുമോനും കൂടെ പ്ലാൻ ചെയ്തത്. എന്നിട്ട് അവിടുത്തെ എല്ലാ ഇതിൻ്റെയും ഉത്തരവാദിത്തം ഞങ്ങളാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ മഹാന്മാരായ ആളുകൾ, മറ്റുള്ള ആളുകൾ ആരും ചെയ്തത് സേവനമല്ല
എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമീപനം എടുക്കാം. ഇവിടെ DYFIക്കാർ ഇതേപോലെ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ഗാർഡ് ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട്, BJPൻ്റെ അതുണ്ട്, അതേപോലെ യൂത്ത് കോൺഗ്രസിനുണ്ട്. എല്ലാവരും ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ മതസംഘടനകളുടെ ആളുകളായാലും ശരി, അല്ലാത്തവരായാലും ശരി, ജാതി മതങ്ങൾക്കപ്പുറമുള്ള ആളുകൾക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പിയത്. നമുക്ക് അവിടെ ഭക്ഷണം കൊടുത്ത വൈറ്റ് ഗാർഡിൻ്റെ അവരുടെ പ്രതിഷേധം, അതായത് അവരോട് ഇനി ഇവിടെ നിൽക്കണ്ട എന്നാണ് DIG പറഞ്ഞിരിക്കുന്നത്. ഒരു ചുക്കും വേണ്ട, നിങ്ങളുടെ ചുക്കും വേണ്ട, ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം അവരെന്താ പറയുന്നത് നോക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാരവിക്ഷുബ്ധനായി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാരനാണ്. അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട്. അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും പോലീസ് ഞങ്ങളെ തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല, ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല, ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്, ഇവിടെ ഇപ്പോൾ JCB ആണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ സന്നദ്ധ സേവകരെന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ്. അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത ലോകം മുഴുവനും കണ്ട സംഗതിയാണ്. ഈ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭക്ഷണം ഇവിടെ മഖാം കേന്ദ്രീകരിച്ചുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെ നിർത്തണമെന്നാണോ നിർദ്ദേശം? അതെ. അപ്പം ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. മാത്രമല്ല, ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ, ഞങ്ങളിനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ്, ഒരു പബ്ലിസിറ്റിക്കോ അല്ലാത്ത ഒന്നിനുമല്ല. ഞങ്ങളിത് ആദ്യമായിട്ടല്ല. കവളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു. ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അതോറിറ്റിയാണ് പറയുന്നത്, നിങ്ങളിനി ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശിരസ വായിച്ച് ആ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. കേട്ടല്ലോ. അതായത് ഇങ്ങനെ ചെയ്ത ശേഷം അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ വൈറ്റ് ഗാർഡ് 10,000 പേർക്കാണ് ദിവസേന ഭക്ഷണം വെച്ച് കൊടുത്തത്. രാവിലത്തെ രാത്രി ഒരു നേരത്തെ അല്ല കേട്ടോ, 10,000 പേർക്ക് ആ ക്യാമ്പിലുള്ളവർക്ക് എല്ലാം കൂടി അടക്കമാണ് പറയുന്നത്. 10,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നല്ല, സ്വന്തമായി ചെയ്താണ്. ഒരു കംപ്ലൈൻറ്റോ ആ തലേദിവസം വരെ ഉണ്ടായിരുന്നില്ലേ? എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിരുന്നു. മലമുകളിൽ അടക്കമുള്ള രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്തായിത്തീരും? അവർ ജോലി എടുക്കാതെ പലരും വിട്ടുപോകും. കാരണം ആ ഭക്ഷണം കിട്ടുന്നില്ലേ, ഒരു ദിവസമല്ലേ വർക്ക് ചെയ്യുള്ളൂ. ഇതുപോലെയായിരുന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിയ ആൾക്കാരൊക്കെ മടങ്ങാൻ തുടങ്ങി. ഇനി ഗവൺമെൻറ് ചെയ്യട്ടെ എന്നുള്ള നിശ്ചയത്തിലേക്ക് പോയി. കാരണം അവിടെ ഇത്രയും അധികം രക്ഷാപ്രവർത്തകർ വന്നതുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നീങ്ങിയത്. പക്ഷേ ഇപ്പോഴിതാ അവർ മടങ്ങുകയാണ്, പലരും ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്. അതിന് കാരണക്കാരൻ ആരാണ്? പിണറായി വിജയനും അതേപോലെ മുഹമ്മദ് റിയാസുമാണ്. എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികൾക്ക് അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നു. അത് വളരെ സങ്കടകരമായ പ്രതികരണമാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മണ്ണ് തിന്നണോ? അതേപോലെ ഇത് തിന്നണോ? ഞാൻ കുറച്ച് അരിയെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം മേപ്പാടി വരെ പോകാൻ ബസ് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് പുറമേക്ക് പോകാൻ പറ്റുന്നില്ല. അവർ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവരെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഫൈസൽ പറയുന്നത്, നമ്മുടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫൈസൽ പറയുന്നത് കേൾക്കാം. പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൈരാഗ്യബുദ്ധിയുള്ള കാര്യങ്ങൾ തീർത്തും അപലനീയമാണ്, രാഷ്ട്രീയം കളിക്കുകയാണ്.
എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 4 ദിവസമായി സന്നദ്ധ സംഘടനകൾ, വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണം നിർത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമല്ല, വേദനയുണ്ട്. കാരണം ഒരു ദുരന്തമുഖത്ത് പ്രതിഷേധങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയല്ല. പക്ഷേ അതിനകത്ത് വേദനയുണ്ട്. കാരണം കഴിഞ്ഞ 4 ദിവസമായി വളരെ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കൂട്ടായി സാധിച്ചു. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഇന്നലെ DIG വന്ന് വളരെ മോശമായി. വൈറ്റ് ഗാർഡ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള സേവനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ പ്രവർത്തകർ വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഭക്ഷണ വിതരണം ആവാമെന്ന്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ വിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ ഭക്ഷണ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാസ് ഉൾപ്പെടെയുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ പഴയ പോലെ ഭക്ഷണ വിതരണം ആരംഭിക്കാൻ, ഭക്ഷണം പാചകം ചെയ്ത് എത്ര ആളുകളാണോ ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വൈറ്റ് ഗാർഡ് സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ്. ഭക്ഷണ വിതരണം നിർത്താൻ യഥാർത്ഥ കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് പോലീസ് ഏകപക്ഷീയമായി അങ്ങനെ ഏതെങ്കിലും പോലീസിൻ്റെ താല്പര്യമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമൊക്കെ മന്ത്രി തന്നെ നേരിട്ട് ഭക്ഷണത്തിൽ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്കതിനകത്ത് മന്ത്രിയുടെ അടക്കമുള്ള ഇടപെടൽ സംശയിക്കുകയാണ്. കാരണം ഭക്ഷണത്തിൽ ഈ 4 ദിവസമായിട്ട് ഒരാളും പരാതി ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, കലക്ട്രേറ്റിൽ നിന്നടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കലക്ട്രേറ്റിൽ നിന്ന് പാസ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കൃത്യമായ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. മാത്രമല്ല, 4 ദിവസമായി ഭക്ഷണം കഴിച്ച ഒരാളും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് അത് ചെയ്ത സേവനങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ആ ആക്ഷേപങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വേദന പങ്കുവെക്കുകയാണ്. എങ്കിൽ പോലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഭക്ഷണ വിതരണം, കാരണം ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചക്കൊക്കെ ഒട്ടേറെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ച് അവർക്ക് പഴകിയ ഭക്ഷണം കിട്ടിയെന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണ സമയത്ത് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. ഈ 4 ദിവസം അത്തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപവും ഒരാൾക്ക് ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്ഷണ വിതരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് തുടരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായി അക്കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾക്കതിനുള്ള രേഖാമൂലമുള്ള അനുമതി പാസും നൽകി ഭക്ഷണം അവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു അനുമതി കൂടി നൽകിയാൽ തീർച്ചയായും നാളെ മുതൽ തന്നെ പഴയ പോലെ അത് ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.